പവിത്രത്തിന്റെ ഒരു അപ്കമിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയ്ക്കും മകൾക്കും വധഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ കപിലൻ പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് മേഡത്തിനും മകൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അക്കാര്യം നല്ല രീതിക്ക് ചെയ്തിരിക്കണം, നല്ല ശ്രദ്ധ വേണം. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു നാണക്കേടായി തീരും. അതുകൊണ്ട് എല്ലാവരും അലർട്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പോഴേക്കും വേദയും മകളും ഡോക്ടറും വിജയും കൂടി അങ്ങോട്ടേക്ക് ഒരു കാറിൽ വരുന്നുണ്ട്. അവർ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ് ഇവിടെ ഇത്രയും പോലീസുകാരെന്ന് ചോദിക്കുകയാണ്. അത് മാഡത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുവാണ്. വേദ അകത്ത് കയറിയതും കപിലനോട് ചോദിക്കുന്നുണ്ട്, കപിലൻ ഇനി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കപിലൻ പറയുന്നുണ്ട്, ഇല്ല മേഡം, ഇനി പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ നിങ്ങൾക്ക് മേഡത്തിന് മുൻപ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മേഡം അതിന് സമ്മതിച്ചില്ല. അന്ന് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് കപിലൻ പറയുന്നുണ്ട്. പെട്ടെന്ന് തരുൺ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ഇവരെ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോട്ടെ ഇവരെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ കപിലൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യണ്ട, അത് പൊന്നയ്യയുടെ നാടാണ്, അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് വേദ പറയുന്നുണ്ട്, കപിലൻ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം എൻ്റെ മകളും ഉണ്ടായിരിക്കും. വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്ന് എപ്പോഴും വാശി പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ നീ ശ്രദ്ധിച്ചതല്ലേ, ഫ്രണ്ട് സീറ്റ് കാണുമ്പോഴേ അവൾ പേടിയാകുന്നു, പേടിച്ചു പോകുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എൻ്റെ മകൾ എന്ന് പറയുന്നുണ്ട് വേദ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഡം. എന്തായാലും ഈ വീടിന് ചുറ്റും പോലീസുകാരാണ്, അവരെ താണ്ടി ആരും തന്നെ അകത്തേക്ക് വരില്ലെന്ന് കപിലൻ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റബിൾസ് എല്ലാം നമ്മുടെ ആളുകൾ തന്നെയാണോ എന്ന് ഒരു ഡൗട്ട് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ കപിലൻ പറയുന്നുണ്ട്, വേദേ മാഡം, ഞാൻ എല്ലാവരെയും നോക്കിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, നീ വിഷമിക്കേണ്ട, എല്ലാവരും നല്ല ആളുകൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് കപിലൻ. പിന്നീട് സുഡർ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വേദ ഇത്രയും പോലീസുകാർ ഇവിടെ? ഞാൻ ഹോസ്പിറ്റലിലും കണ്ടല്ലോ ഒരുപാട് പോലീസുകാർ, എന്താ ആരെങ്കിലും നമ്മളെ അടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തരുൺ പറയുന്നുണ്ട്, ചെല്ലക്കുട്ടി, ഇല്ല, ആരും തന്നെ നമ്മളെ അടിക്കാൻ വരുന്നില്ല, അവരെല്ലാം നമ്മളെ സംരക്ഷണത്തിനായിട്ട് വന്നിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ സുഡർ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന് മുൻപൊന്നും ഇങ്ങനെ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ഇത്രയും പോലീസുകാർ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇപ്പോൾ മാത്രം ഇങ്ങനെ വന്നിരിക്കുന്നത്? ആ ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും ഒന്ന് പകച്ചു പോകുന്നു, ആരും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഉടനെ പിന്നെ സുഡർ വീണ്ടും ചോദിക്കുന്നുണ്ട്, വേദ എനിക്ക് പേടിയാവുന്നു. ഇത് കേട്ട് വിജി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എന്തിനാ ഭയക്കുന്നത്? ദേ ഈ വീട്ടിലെ വേദയുണ്ട്, ഞാനുണ്ട്, തരുൺ സാറുണ്ട്, ദേ കപിലൻ സാറ് പോലും ഉണ്ട്, പിന്നെന്തിനാ മോള് ഭയക്കുന്നത്? ആ ലോറി ഈ വീട്ടിൽ വരില്ലായിരിക്കും അല്ലേ എന്ന് പേടിയോടെ മോള് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് തരുൺ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇങ്ങോട്ടേക്ക് ആരും വരില്ല, ആരെങ്കിലും അങ്ങനെ വന്നാലുണ്ടല്ലോ ദേ കണ്ടോ ഈ കപിലൻ സാറ് ഇടിച്ച് പപ്പടം പോലെയാക്കുമെന്ന് പറയുന്നുണ്ട്. മോൾക്ക് പേടിയുണ്ടോ എന്ന് വേദ ചോദിക്കുമ്പോൾ, എനിക്ക് പേടിയുണ്ട്, പക്ഷേ എന്നോടൊപ്പം തരുൺ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ചിരിയോടെ തരുൺ മോളെ കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് ശങ്കരനാരായണൻ വേദയ്ക്ക് വിളിക്കുന്നു. വേദ എന്താ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, നിങ്ങൾ സേഫായി വീട്ടിൽ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സേഫായി വീട്ടിലെത്തി, ഒരു പ്രശ്നമില്ലെന്ന് വേദ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശങ്കരനാരായണൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, നീ ഇനിയും തനിച്ച് ആ വീട്ടിൽ നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ അച്ഛാ പ്രശ്നം, ഇവിടെ വന്നാൽ അച്ഛൻ അത് മനസ്സിലാവും, ഈ വീടിന് ചുറ്റും പോലീസുകാരെ ഞങ്ങൾക്ക് കാവലായി നിൽക്കുന്നുണ്ട്, അത്രയേറെ പോലീസുകാരുണ്ട് അച്ഛാ, അവരെ താണ്ടി ആരും തന്നെ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല, ഇവിടെയും വലിയ ഇത്രയും സേഫ്റ്റി എനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ശരി, മോൾ എന്ത് ചെയ്യുന്നു എന്ന് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്. മോൾ ഇതാ പാല് കുടിച്ചോണ്ടിരിക്കുന്നു അച്ഛാ, കുഴപ്പമൊന്നുമില്ല എന്ന് വേദ സമാധാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് വന്നാലും മോൾ എന്നെ വിളിക്കണം, ഞാൻ നിങ്ങളെ ഓർത്ത് ഒരു സമാധാനവും ഇല്ലാതെ ഇരിക്കുകയാണെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, ഞങ്ങൾക്കൊരു പ്രശ്നവും തന്നെ ഇല്ല, അച്ഛൻ റിലാക്സ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
പിന്നീട് വേദയും കപിലനും ഡോക്ടറും കൂടെ മാറി നിന്ന് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴേക്കും വിജി മോളോട് ചോദിക്കുന്നുണ്ട്, മോള് പാല് മൊത്തം കുടിച്ചോ, എന്നാൽ ആ ഗ്ലാസ് ഇങ്ങോട്ടേക്ക് താ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് കിച്ചണിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വിജിയമ്മ എന്ന് വിളിക്കുകയാണ് മോള്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെ ഭയക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ എന്ന് മോള് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വിജിക്ക് വിഷമം വരുന്നുണ്ട്. വിജി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിനക്ക് അച്ഛനുണ്ട്, പക്ഷേ നിന്റെ കൂടെ ഇല്ല എന്നേ ഉള്ളൂ. ശരി വിജയമ്മ, നമുക്കൊരു ദിവസം അന്ന് നമ്മൾ പോയ ആ അമ്പലത്തിൽ പോകണം. എന്നിട്ട് ആ ദൈവത്തോട് എനിക്ക് ചോദിക്കണം, ഇനിയും എന്തുകൊണ്ട് എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നില്ല എന്ന് എനിക്ക് വീണ്ടും ചോദിക്കണം. അതുകൊണ്ട് അമ്മ എന്നെ ഒരു ദിവസം അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. വിജി തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. ശരി മോളെ, ഒരു ദിവസം നമുക്ക് പോവാം, മോളുടെ അസുഖമൊന്ന് ഭേദമാവട്ടെ എന്ന് പറയുന്നുണ്ട്. രാത്രിയായതും പോലീസുകാർ വളരെ അലർട്ടായിരിക്കുന്നുണ്ട്. വീടിന് ചുറ്റും എല്ലാവരും ചുറ്റും നോക്കുന്നുണ്ട്, സെർച്ച് ചെയ്യുവാണ്. അങ്ങനെ തരുൺ വേദയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. വേദ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് തരുൺ ചോദിക്കുന്നുണ്ട്, എന്താ വർക്കിലാണോ വേദ? അതെ, കുറച്ച് ദിവസം ഇതിന് ശ്രദ്ധയില്ലാതെ ഇരിക്കുമായിരുന്നല്ലോ, കുറച്ചധികം വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട് തരുൺ എന്ന് പറയുവാണ്. എന്നാൽ 8-10 ഗുണ്ടകൾ പോലീസുകാരെയും സെക്യൂരിറ്റിനെയും ഒക്കെ ഓരോരുത്തരെയായി വകവരുത്തി അകത്തേക്ക് കടക്കുന്നു. അങ്ങനെ മുറ്റത്തെത്തി അവരെല്ലാവരും വേദയുടെ വീടിന് മുറ്റത്തെത്തിയതും അവരെ തടുക്കാനായി നമ്മുടെ വിക്രം പെട്ടെന്ന് അങ്ങ് ചാടി വീഴുന്നു. വിക്രമിന് അറിയാമായിരുന്നു സുഡറിനെ വകവരുത്താനായി ഇന്ന് തന്നെ ഗുണ്ടകൾ അവിടെ എത്തുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരെക്കായും അലർട്ടായിരിക്കുകയാണ് നമ്മുടെ വിക്രം. തന്നെ കൊണ്ട് മാത്രമേ സുഡറിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് വിക്രം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കുന്നു. വിക്രം ഗുണ്ടകളെ എല്ലാം അടിച്ചൊതുക്കുന്നു. എന്നാൽ പുറത്തെ സൗണ്ട് കേട്ട് വേദ തരുണിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ? ശരി, ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് തരുൺ പുറത്തേക്ക് പോകുന്നുണ്ട്. തരുൺ അവിടെയുള്ള ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ കുറച്ച് മുഖംമൂടി ധരിച്ച ആളുകളെ അടിച്ചു വീഴ്ത്തുന്നത് കാണുന്നത്. പെട്ടെന്ന് ആകെ ഭയക്കുന്നുണ്ട് തരുൺ. ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, ആരാ തരുൺ, എന്താണ് അവിടെ ബഹളം എന്ന് ചോദിക്കുന്നു. വേദ ഇങ്ങോട്ടേക്ക് വാ എന്നിങ്ങനെ വെപ്രാളത്തോടെ തരുൺ വിളിക്കുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ തരുണിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ദേ അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. വേദ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ വേദയ്ക്ക് വിക്രമിന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. ആരോ കുറച്ച് ആളുകളെ അടിച്ചുകൊണ്ടിരിക്കുന്നു വേദ എന്ന് പറയുന്നുണ്ട്. തരുൺ ചോദിക്കുന്നുണ്ട്, മോളെവിടെ? മോൾ റൂമിലില്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ട്, മോളവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിജിയൊക്കെ ഒപ്പമുണ്ടെന്ന് പറയുന്നു. പുറത്ത് നല്ല ബഹളം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തരുൺ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എനിക്കൊരു ഡൗട്ട്, കൊലയാളികൾ ആരെങ്കിലും വന്നിട്ടുണ്ടാവുമോ, അതുകൊണ്ടായിരിക്കുമോ ഈ അടി നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് വേദേ, പെട്ടെന്ന് നീ കപിലിനെ ഒന്ന് വിളിക്കെന്ന് പറയുന്നുണ്ട് തരുൺ. വേദ പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് കപിലിന് കോൾ ചെയ്യുന്നുണ്ട്. എന്തു പറ്റി വേദ, കിട്ടുന്നില്ല, നീ എന്തോ മിണ്ടാത്തതെന്ന് പറയുന്നുണ്ട് തരുൺ. ഇല്ല തരുൺ, കോൾ പോകുന്നില്ല എന്ന് വേദ പറയുന്നുണ്ട്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, പുറത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ലല്ലോ തരുൺ. പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇല്ല വേദേ, ആരെയാണ് അടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ വിക്രമിന്റെ അടി താങ്ങാനാവാതെ ഗുണ്ടകളെല്ലാം അവനെ പേടിച്ച് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്ന് കുറച്ച് ദൂരം അവരെ പിറകെ ഓടുന്നുണ്ട് വിക്രം. എന്നിട്ട് തിരികെ ഓടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ബോധം കെട്ട് കിടക്കുന്ന പോലീസുകാരെ എല്ലാം തട്ടി വിളിക്കുന്നുണ്ട്. സാർ എഴുന്നേൽക്ക്, സാർ എഴുന്നേൽക്ക് എന്നിങ്ങനെ പലവട്ടം അവരുടെ കവിളിൽ തട്ടിക്കൊണ്ട് വിക്രം വിളിക്കുന്നുണ്ട്. പിന്നീട് വേദ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ പോലീസുകാർ അവരെ അടിച്ചിട്ടുണ്ടാവും, കൊലയാളികളെ അടിച്ചിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. തരുൺ പറയുന്നുണ്ട്, അറിയില്ല വേദ, ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശരി, നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പുറത്തേക്ക് പോയി നോക്കാമെന്ന് പറയുന്നുണ്ട് വേദ. അങ്ങനെ വേദയും തരുണും ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നു. പുറത്ത് കാണുന്ന കാഴ്ച വിക്രം ഒരു പോലീസുകാരൻ്റെ കവിളിൽ തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. വേദയെ കണ്ടതും പെട്ടെന്ന് വിക്രം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ ചോദിക്കുന്നുണ്ട്, നിനക്ക് വിവരമില്ലേടാ, എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ വീട്ടിലുള്ള പോലീസുകാരെ അടിക്കാൻ മാത്രം നീ വളർന്നോ? തരുൺ ചോദിക്കുന്നുണ്ട്, വേദ ഇതാരാണ്? ഉടനെ തന്നെ ഒട്ടും സംശയിക്കാതെ വേദ പറയുന്നുണ്ട്, ഇത് ഒരു റൗഡി. കളക്ടറുടെ വീട്ടിൽ കയറി നീ റൗഡിത്തരം ചെയ്യാനായോ എന്ന് വീണ്ടും വേദ ചോദിക്കുന്നുണ്ട്.
നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ വേദയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രം. വേദ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് കപിലനെ വിളിക്കുന്നുണ്ട്. കപിലനോട് പറയുന്നുണ്ട്, കപിലൻ പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് വരണം. ഇതും പറഞ്ഞുകൊണ്ട് വേദയും തരുണും വീടിനകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കൺമണി ഗേറ്റിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവരങ്ങകത്തേക്ക് പോയതും കൺമണി ഓടി വിക്രമിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്താ വിക്രം ഇവിടെ നടക്കുന്നത്? അതെല്ലാം ഞാൻ നിന്നോട് പിന്നെ പറയാം. നീ പെട്ടെന്ന് ചെന്ന് വണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് എടുത്തോണ്ട് വാ എന്ന് പറയാണ്. കൺമണി അങ്ങനെ പുറത്തേക്ക് ഓടുന്നുണ്ട്. വീണ്ടും വിക്രം ബോധം കെട്ട് കിടക്കുന്ന പോലീസുകാരന്റെ കവളി തട്ടിക്കൊണ്ട് വിളിക്കുന്നുണ്ട്. ചേട്ടാ ചേട്ടാ എഴുന്നേൽക്ക് ചേട്ടാ എന്നിങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. പക്ഷെ ആരും തന്നെ അനങ്ങുന്നില്ല. കൺമണി പെട്ടെന്ന് തന്നെ വെള്ളം ബോട്ടിലുമായി അകത്തേക്ക് വരുന്നുണ്ട്. കൺമണി പെട്ടെന്ന് പോലീസുകാരന്റെ മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ബോധം വരുന്നുണ്ട്. വിക്രം ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എൻ്റെ തലയ്ക്കാണ് അടിച്ചത്, അതുകൊണ്ട് ഞാൻ ബോധം കെട്ടുപോയി. അകത്ത് മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ വിക്രം പറയുന്നുണ്ട്, ഇല്ല, മോൾക്ക് പ്രശ്നമൊന്നുമില്ല, മോളെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുന്നേൽക്ക്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എഴുന്നേറ്റിരിക്കൂ എന്ന് പറയുന്നുണ്ട് വിക്രം. വിക്രം പോലീസുകാരനോട് പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ള പോലീസുകാരുടെയൊക്കെ കാര്യങ്ങളൊന്നും നോക്കൂ, എല്ലാവരും ബോധം കെട്ട് കിടക്കുവാണെന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഉടനെ തന്നെ കൺമണി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവർക്ക് വേണ്ടി, ഈ മാഡത്തിന് വേണ്ടി നല്ലതല്ലേ ചെയ്തത്, എന്നിട്ട് അവരെന്തിനാണ് നിങ്ങളിങ്ങനെ വഴക്ക് പറയുന്നത്? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് ആരായാലും ആദ്യം കണ്ണിൽ കാണുന്നതല്ലേ വിശ്വസിക്കൂ, അതുകൊണ്ടാണ് മാഡം അങ്ങനെ പറഞ്ഞത്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് വിക്രം. പക്ഷെ അതിനുള്ള മറുപടിയല്ല കൺമണി പറയുന്നത്. നിങ്ങൾ സത്യം അവരോട് തുറന്നു പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. നടന്നത് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഈ നാട് വിടും. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും എനിക്ക് മോളെ കാണാൻ കഴിയില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. അതിന് മാത്രം ആ കുഞ്ഞിൻ്റെ കയ്യിൽ എന്താണുള്ളത് നിങ്ങൾക്ക് ഇത്രമാത്രം സ്നേഹിക്കാൻ എന്ന് ദേഷ്യത്തോടെ, വളരെയധികം ദേഷ്യത്തോടെ കൺമണി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അതേ ഒരു ആവേശത്തോടെ തന്നെ വിക്രം മറുപടി പറയുന്നുണ്ട്, എൻ്റെ ജീവനുണ്ട് ആ കുഞ്ഞിൻ്റെ കയ്യിൽ എന്ന് പറയുവാണ് വിക്രം. അത് കേട്ട് കൺമണിക്കൊന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. ശരി, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം, വീട്ടിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞ് കൺമണിയും കൂട്ടിക്കൊണ്ട് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട്. വിജി സുഡറിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. സുഡർ എഴുന്നേറ്റ് നിന്ന് എന്തോ ശ്രദ്ധിക്കുകയാണ് പുറത്ത്. ഇത് കണ്ടതും വിജി ചോദിക്കുന്നുണ്ട്, സുഡർ മോളെ നീ എന്താ ഈ ശ്രദ്ധിക്കുന്നത്, എന്താ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സുഡറമ്മ വിജിയമ്മ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും വിജി ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് ഒരു പൂച്ചക്കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നത്. വിജി പറയുന്നുണ്ട്, അത് മോളെ ഒരു പൂച്ചക്കുഞ്ഞിന്റെ സൗണ്ടാണ്. ആ പൂച്ചക്കുഞ്ഞിനെ നമുക്കെടുത്ത് വളർത്തിയാലോ വിജയമ്മയെന്ന് ചോദിക്കുമ്പോ വിജി പറയുന്നുണ്ട്, അയ്യോ പറ്റത്തില്ല മോളെ, നിന്റെ അമ്മയ്ക്ക് പൂച്ചക്കുഞ്ഞിനെയും നായക്കുഞ്ഞിനെയും ഇഷ്ടമല്ല. പക്ഷെ വിജയമ്മ അത് കരഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, അതൊക്കെ മാറുടാ, ആ കുഞ്ഞിന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ഉടനെ സുഡർ പറയുന്നുണ്ട്, ആ പൂച്ചക്കുഞ്ഞിന്റെ സൗണ്ട് കേട്ടപ്പോ എനിക്ക് സിംബാവെ ഓർമ്മ വന്നു വിജയമ്മ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിധി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പെട്ടെന്ന് സിംബായെ ഓർമ്മ വരാൻ? അതെനിക്ക് അറിയില്ല വിജയമ്മ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിംബായെ ഓർമ്മ വരുന്നു. സിംബ ഈ നേരത്തെ എവിടെ ഉണ്ടാവും വിജയമ്മ, അവന്റെ വീട്ടിലായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് മോള്. ആ അതെ, അവന്റെ വീട്ടിലായിരിക്കും. ഞാൻ ഹോസ്പിറ്റലായിരിക്കുമ്പോ എന്തുകൊണ്ട് അവൻ എന്നെ കാണാൻ വരാഞ്ഞത് എന്നിങ്ങനെ സുഡർ ചോദിക്കുന്നുണ്ട്. അവന് അർജന്റായി വല്ല ജോലിയും ചെയ്തു തീർക്കാനുണ്ടായിരിക്കും മോളെ, അതുകൊണ്ടായിരിക്കും വരാതിരുന്നതെന്ന് പറയുന്നു. ഉടനെ മോള് പറയുന്നുണ്ട്, എനിക്ക് സിംബായെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് വിജയമ്മ എന്ന് പറയുവാണ്. ഇത് കേട്ടിട്ട് വിജിക്കും വിഷമം വരുന്നുണ്ട്. സുഡർ, ഞാൻ പറയുന്നത് കേൾക്ക്. സിംബായുടെ കൂടെ കറങ്ങുന്നതും അവനോട് സംസാരിക്കുന്നതും ഒന്നും വേദയ്ക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ സിംബായുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ? വേദയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് സിംബായോട് സംസാരിക്കാനും അവനോടൊപ്പം ഇരിക്കാനും. ഇനിയിപ്പോ നിനക്ക് എന്താ വേണ്ടതെന്ന് വിജി ചോദിക്കുന്നുണ്ട്. എനിക്ക് സിംബായോട് സംസാരിക്കണം, സിംബാക്ക് വിളിക്ക്, ഫോൺ ചെയ്യുന്നു പറയുവാണ് മോള്. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, അയ്യോ വേണ്ട മോളെ, ഈ സമയത്ത് വിളിക്കണ്ട, നമ്മുടെ വേദ വീട്ടിൽ തന്നെ ഉണ്ട്, ഇപ്പൊ വിളിച്ചാൽ അവൾ കേൾക്കും, ആകെ പ്രശ്നമാവും, അതുകൊണ്ട് വേദ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ നിനക്ക് വിളിച്ചു തരാം എന്ന് പറയുന്നുണ്ട്.
എന്റെ ചെല്ലക്കുട്ടിയല്ലേ, ഈ വിജിയമ്മ പറഞ്ഞാ നീ കേൾക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിജി. അതേ തരത്തിൽ തന്നെ സുഡർ തിരിച്ചു ചോദിക്കുന്നു, എന്റെ ചെല്ലക്കുട്ടിയല്ലേ, എന്റെ വിജിയമ്മയല്ലേ, ഈ സുഡർ മോള് പറഞ്ഞ വിജിയമ്മയും കേൾക്കത്തില്ലേ? ഞാൻ ഒരേ ഒരു ചോദ്യമേ സിംബാക്ക് വിളിച്ചിട്ട് ചോദിക്കുകയുള്ളൂ, സിംബ സുഖമല്ലേ എന്ന് മാത്രമേ ചോദിക്കൂ, എന്നിട്ട് ടപ്പേ എന്ന് ഞാൻ അങ്ങ് ഫോണ് കട്ട് ചെയ്യും. അത്രമാത്രം വിജയമ്മ, ഞാൻ ആഗ്രഹത്തോടെ ആഗ്രഹിച്ചിട്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത് എന്നിങ്ങനെ കൊഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ് സുഡർ. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, വേണ്ടട ചെല്ലക്കുട്ടി, വേണ്ട. ഈ സമയത്ത് വിളിച്ചാൽ വേദയെങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുട്ടിച്ചോറായി പോവും. പിന്നീട് ഒരിക്കലും നിനക്കും സിംബാക്കും തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടാവത്തില്ല. അത്രമാത്രം ഇഷ്ടമല്ല വിക്രമിനെ നിന്റെ സിംബായ വേദയ്ക്ക്. അതുകൊണ്ടാണ് വിജിയമ്മ നിന്നോട് ഇങ്ങനെ എത്രമാത്രം പറയുന്നത്. ഇത് കേട്ടതും സുഡർ പിണങ്ങുന്നുണ്ട്. വേണ്ട വിജയമ്മ, ഞാൻ നിങ്ങളോട് ഇനി മിണ്ടത്തില്ല, എന്റെ വിജയമ്മയല്ല എന്ന് പറഞ്ഞ് പിണങ്ങി ബെഡിൽ പോയി ഇരിക്കുന്നുണ്ട്. ഞാൻ സിംബായോടും മിണ്ടത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് വിധി ചോദിക്കുന്നുണ്ട്, എന്നോട് മിണ്ടാതിരിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിക്കാം, പക്ഷെ നീ എന്തിനാ സിംബായോട് പിണങ്ങുന്നത്? ആ, സിംബായോട് ഞാൻ പിണക്കാം, സിംബ ഇത്ര ദിവസമായിട്ടും എന്നെ കാണാൻ വന്നില്ലല്ലോ. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, മോളെ, സിംബ നിന്നെ കാണാൻ വേണ്ടി എത്രമാത്രം സഹിച്ചു, എത്രമാത്രം ബുദ്ധിമുട്ടി എന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ കാണാൻ പറ്റിയില്ല. ആ വിഷമത്തോടെയാണ് സിംബ അവിടെ നിന്നും പോയത്. പക്ഷെ ഇപ്പോഴും അവൻ നിന്നെ കാണാൻ വേണ്ടി നിനക്ക് വേണ്ടി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിജി പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ സിംബ? അതെന്താ അങ്ങനെ പറയുന്നത് വിജിമ്മ എന്ന് ചോദിക്കുമ്പോ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിന്റെ സിംബ. അതും അത്രമാത്രം നിന്നെ സേഫ് ആക്കാൻ വേണ്ടി അവൻ അത്രയേറെ ശ്രമിക്കും. അതെനിക്ക് അറിയാം. അത്രമാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് വിജി. എനിക്ക് സിംബായെ കാണണം വിജിയമ്മ എന്നിങ്ങനെ വീണ്ടും വാശി പിടിക്കുന്നുണ്ട് മോള്. ഇത് കേട്ടിട്ട് വിജി പറയുന്നുണ്ട്, നിനക്കിപ്പോ സിംബായെ കാണണം, നാളെ അതിനുള്ള ഏർപ്പാട് വിജിയമ്മ ചെയ്തിരിക്കും. എന്നിട്ട് സിംബ ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അതിനുള്ള ഏർപ്പാടൊക്കെ ഈ വിജിയമ്മ ചെയ്യാം. എന്താ, നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മോൾക്ക് സന്തോഷാവുന്നുണ്ട്. മോള് ചോദിക്കുന്നുണ്ട്, അത് എപ്പോഴാ വിജയമ്മ, അത് എപ്പോഴാ ചെയ്യുന്നത്, എനിക്ക് എപ്പോഴാ കാണാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിജി പറയുന്നുണ്ട്, ഇത്രയും പോലീസുകാരുണ്ടായിട്ടും നിന്നെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ശരിയായ സംരക്ഷണം തരണമെങ്കിൽ അത് നിന്റെ സിംബ തന്നെ വരണം. അതിനുള്ള ഏർപ്പാട് ഏത് വിധത്തിൽ ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഐഡിയ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ സിംബായെ ഈ വീടിനുള്ളിൽ തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കും. എന്താ, നിനക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോള് തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ശരി, എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അല്ല വിജിമ്മ, ഈ വീടിനുള്ളിൽ സിംബായെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് സംശയം ചോദിക്കുന്നുണ്ട് മോള്. അപ്പൊ വിജി പറയുന്നുണ്ട്, ഈ വീടിനുള്ളിൽ തന്നെ ഞാൻ കൊണ്ടുവരുന്നിരിക്കും, നീ കണ്ടോ. അപ്പോ നമ്മുടെ വേദ വഴക്ക് പറയത്തില്ലേ എന്ന് ചോദിക്കുകയാണ് മോള്. അവൾ വഴക്ക് പറയാതെ ഞാൻ നോക്കിക്കോളാം എന്ന് വിജി പറയുന്നുണ്ട്. ഗോഡ് പ്രോമിസ് എന്ന് ചോദിച്ചുകൊണ്ട് സുഡർ തന്റെ കൈ നീട്ടുന്നുണ്ട് വിജിയുടെ നേരേക്ക്. വിജി അതിൽ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ സിംബ വന്നതിന് ശേഷം നിന്റെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം വരും മോളെ എന്ന് പറയുമ്പോൾ, സിംബ എന്തായാലും ഇവിടെ വരുമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് വീണ്ടും. ഗോഡ് പ്രോമിസ് എന്ന് പറഞ്ഞില്ലേ, ഇനി വന്നിരിക്കും, അതിനുള്ള വഴികളൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് വിജി ഉറപ്പ് നൽകുന്നു സുഡർ മോൾക്ക്.